ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഫുട്ബോൾ ആയിട്ടാണ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. 3, 2, 1. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ ഈ അപ്ഡേറ്റിൽ നമുക്ക് എന്താണ് മെയിനായിട്ട് വന്നിട്ടില്ലോ എന്ന് നമുക്ക് കാണിക്കാം. ഈ അപ്ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് കുറേ 85 മില്യൺ ഡൗൺലോഡ്സ് ആയിട്ട് കുറേ ഇത് അവൈലബിൾ 3 to 1 എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഫ്യൂച്ചേഴ്സ് പറയുന്നുണ്ട്. അതിൽ ആഡഡ് ന്യൂ മോഡ് ഈ ഫുട്ബോൾ ലീഗ്. അപ്പോൾ ഈ ഫുട്ബോൾ ലീഗിൽ ഒരു ന്യൂ ഫ്യൂച്ചർ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് കാറ്റഗറിയാണ് ഈ ഫുട്ബോൾ ലീഗ്. ഇതിൽ നമുക്ക് ഓഫ്ലൈൻ മാച്ച് കളിക്കാൻ ഇഷ്ടവർ അങ്ങനെ കളിക്കാം. കാരണം നെറ്റ് അത്ര നിങ്ങൾക്ക് അത്ര ഒരു ഇത് വേണമെന്നില്ല, നിങ്ങൾക്ക് സ്ട്രെങ്ത് വേണമെന്നില്ല. അപ്പോൾ അവർക്കെല്ലാം ഇതിൽ കയറി മാച്ച് കളിച്ചും നിങ്ങൾക്കാക്കാം. അതിലും കുറേ ഇതെല്ലാം ഉണ്ട് ഗൈസ്. ബാഡ്ജസ് ഉണ്ട്, ഇങ്ങനത്തെ ബാഡ്ജസ് ഉണ്ട് ഗൈസ്. പിന്നെ സെലക്ഷൻ ബൂസ്റ്ററും ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ യൂസർ കൺട്രോൾ, കൺട്രോൾ അതും നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ സ്മാർട്ട് അസിസ്റ്റ് എല്ലാത്തിലും അവൈലബിൾ ആയി എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഗൈസ് നമുക്ക് നേരെ നോക്കും. പിന്നെ വേറൊരു കാര്യം നോക്കുമ്പോൾ ഇവർ പറയുന്ന ന്യൂ സീസൺ ഡാറ്റ അപ്ഡേറ്റ് ബ്രസീലിയൻ ലീഗ് അതെല്ലാം പിന്നെ സാധാരണയാണ് ഗൈസ്. പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യം അവർ വരുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഫിക്സും ചെയ്തു. ഡ്രിബ്ലിങ്ങിൽ ഫിക്സഡ് ഇഷ്യൂസ് വേറെ പ്ലെയർ ആൻഡ് ടച്ച് അത് കുറേ അങ്ങനത്തെ ഇഷ്യൂ എല്ലാം ഫിക്സ് ചെയ്തു. അതിൽ പാസിങ്ങിൻ്റെ സ്ട്രെങ്ത് കൂട്ടി, പാസിങ് എബിലിറ്റി സ്കില്ല് ലെവലിൽ അവർക്ക് പാസിങ് അത്ര ഇതായിട്ട് ഇല്ലായിരുന്നു ഇതുവരെ. അത് സ്ട്രെങ്ത് വീണ്ടും കൂട്ടി. അതിൻ്റെ ഒരു വീഡിയോ അവർ ഈ ഫുട്ബോൾ കണക്റ്റിലൂടെ നമുക്ക് ഷെയർ എല്ലാം ചെയ്താണ്. പിന്നെ ഈ ഒരു പണ്ടൊരു എടുത്തു കളഞ്ഞൊരു ഫ്യൂച്ചറായിരുന്നു അത് ഈ സംഭവം നമുക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട്, എന്തിനാന്നറിയില്ല. പക്ഷേ എനിക്ക് അപേക്ഷിച്ച് ഞാനിപ്പോൾ ഒരു ന്യൂ പ്ലെയറാണ്. ആ പ്ലെയർ എനിക്ക് ഒരു നല്ലൊരു സംഭവമായിട്ടാണ് തോന്നിയത്. പിന്നെ ഗൈസ് ഈ 850 കോയിൻസ് തരുന്നവർ ഉറപ്പ് തന്നിട്ടില്ല, കിട്ടും. ഇതുപോലെ ഇതിലെല്ലാം റാൻഡാണ്. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. എനിക്ക് 850 കിട്ടിയില്ല. 5, 10, 15, 20 അതിൻ്റെ അപ്പുറം ഇതുവരെ പോയിട്ടില്ല. കാരണം മറ്റേ ഇതിലേക്ക് പോകുമ്പോൾ ചാൻസ് 10% ഉണ്ട്, കിട്ടി. 85.1% പോലും ഇല്ല. 90% ആണ്. അതുകൊണ്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് 850 കോയിൻസ് വരെ. അപ്പം ഞാൻ ഇതിൽ തന്നെ കളിക്കാനുണ്ട് എനിക്ക്, അത് കാര്യമാണ്. ഞാൻ കാണിക്കാം. എത്ര 1000 പോയിൻസിൻ്റെ ഒന്ന്, 2000 പോയിൻസിൻ്റെ ഒന്ന്, 3000 പോയിൻസിൻ്റെ ഒന്ന്, അങ്ങനെ കളിക്കാനുണ്ട്. 3 എണ്ണം ഇതിൽ കളിക്കാനുണ്ട്. ഗോൾഡൻ ജേർണിയിൽ 3 എണ്ണം. പിന്നെ ഇതിൽ 1 കളിക്കാനുണ്ട്. പിന്നെ ഇതിൽ ഇത് കളിച്ചു, ഇതും കളിച്ചു. ഇതെല്ലാം കിട്ടിയിട്ടാണ് എനിക്ക് 40 കോയിൻ ഉണ്ടായത്. 130 അപ്പോൾ 30ഉം 60ഉം 90 കോയിൻസ് ഇതുവരെ ഈ എത്ര ഇതിൽ 1, 2, 3 എണ്ണം കളിച്ചിട്ട് 90 കോയിൻസ് കിട്ടി. അതിലൊരു 50 ലോഗിൻ ബോണസ് ആയിട്ട് കൂട്ടിയ 50-40 കോയിൻസ് ഒക്കെ കിട്ടി. അപ്പോൾ 40 കോയിൻസാണ് എനിക്ക് ടോട്ടൽ ഇതിൽ നിന്ന് 3 കളി കളിച്ചിട്ട് കിട്ടിയത്. അപ്പോൾ വലിയ 850 കോയിൻസ് തരാമെന്ന് പറഞ്ഞാൽ തരുന്നില്ല. പിന്നെ ലൂയിസ് വേരിസ് ഉണ്ട്, ബിഗ് MSN. ഞാൻ എമ്മുമില്ല, എസ്സുമില്ല, എന്നും ഇല്ല ഇല്ലത്. ബിഗ് ടൈം MSNൽ എമ്മുമില്ല, എസ് അങ്ങനെ ഇല്ല. ഞാൻ ഇപ്പോൾ തുടങ്ങിയുള്ളൂ ഗൈസ്. ഞാൻ ഓരോരു ഘട്ടമായിട്ട് തിരിച്ചിട്ടാണ് വരുന്നത്. ഞാൻ ആദ്യം ഒരു ഇതെടുത്തു, നമുക്ക് പെപ് ഗാർഡിയോളനെ എടുക്കാം. ഞാൻ എടുത്തു. വിക്ടർ ബൈ എന്നല്ല, ചാൻസ് ഡീൽ കളിച്ചത്. അത് അതിൻ്റെ ഒക്കെ പോയിക്കോളൂ, അത് ഞാൻ ലക്ഷ്യം വെച്ചിട്ടില്ല. പിന്നെ ഞാൻ അപ്പോഴേക്ക് അലക്സാണ്ടർ ബെസ്റ്റോണിൽ ഷോർട്ട് ടൈം ബാക്ക് വന്നു, ഷോർട്ട് ടൈം എടുത്തു. പിന്നെ ഞാൻ ഇവൻ എടുത്തു, വിനീഷ്യസിൻ്റെ 102 കാർഡ്. അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത കാർഡാണ്. അതിൻ്റെ അടുത്ത് ഇതുപോലെ എടുത്തു, ഹക്കാൻ. പിന്നെ
ഈ PSG ഇവന് ക്രോസിംഗ് ഉണ്ട്. ഇവന്റെ ഫോം ടൈമിൽ ഇവൻ പ്ലെയർ ഓഫ് ദ വീക്ക് ടൈമിൽ ഇവൻ 101ന്റെ ക്രോസിംഗ് വിത്ത് ബൂസ്റ്റർ ആയിട്ടാണ്. ഇപ്പൊ ബൂസ്റ്റർ ഇന്നാക്ടിവേറ്റ് ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നാക്ടിവേറ്റ് ആയി, അതാണ് പ്രശ്നം പറ്റിയത്. പിന്നെ ഇവനും അത്യാവശ്യം നല്ല പ്ലെയർ ആണ്. പിന്നെ ഇവൻ ബി ഉണ്ട്, ഇവൻ ബി ലാണ് മെസ്സി, എ വിനീഷ്, കിലിയൻ എംബാപ്പേ, കിലിയൻ എംബാപ്പേ നല്ല ഭാഗം ഡൗൺ ആയിട്ടുണ്ട്. വേണ്ടിക്ക് തിടിയിലുണ്ട്. അത് പുതിയ ഇത് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും ഗൈസ്. അപ്പൊ ഗൈസ് അതുപോലെ എല്ലാ ഇതും ഞാനിപ്പോ ഒരു ഘട്ടമായിട്ടാണ്. പെപ് ഗാർഡിയോള എടുത്തു, വിനീഷ്യസിനെ എടുക്കാൻ നോക്കി, വിനീഷ്യസിനെ കിട്ടി. അങ്ങനെയാണ് ഞാനിപ്പോൾ കളിച്ചത്. പിന്നെ ഒക്കെ പറയാനുള്ളത്, അടുത്ത ടാർഗറ്റ് ഞാൻ ടോറസാണ്. ടോറസിനെ ഒക്കെ എടുക്കണം. ടോറസ് അത്യാവശ്യം നല്ല പ്ലെയറാണ്. അത് കഴിഞ്ഞിട്ട് വേണം ദൈവനെയൊക്കെ എടുക്കാൻ. ജോൺ ക്രൈഫ് ഞാൻ പുഷിങ് ഗെയിമാണ് കളിക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ക്രൈഫിനെ എടുക്കൂ. ലോങ് ബോൾ കൗണ്ടറിൻ്റെ എല്ലാം എന്തായാലും വരുമായിരിക്കും. അടുത്ത എൻ്റെ പ്ലാൻ ടോറസാണ്. ടോറസ് കിട്ടുമ്പോൾ ടോറസ് 102 വരുന്നുണ്ട്. 102 ആകുമ്പോൾ നല്ല ഇതായി. അതുപോലെ തന്നെ അപ്ഡേറ്റിൽ വന്നത് പറയുമ്പോൾ എന്നെ അപ്ഡേറ്റിലേക്ക് നമ്മൾ ഈ മാനേജർ തീയാണ് ഗൈസ്. പൊസിഷൻ ഗെയിം കളിക്കുന്നവർ ഉറപ്പായിട്ട് എടുക്കേണ്ട ഒരു മാനേജറാണ്. അത് 500 കോയിന് ഡബിൾ ബൂസ്റ്റർ മാനേജർ. ഡബിൾ ബൂസ്റ്റർ ഏതെന്ന് വെച്ചാൽ ടൈറ്റ് പൊസിഷനും ജമ്പിങ്ങും നമുക്ക് മിക്കവാറും റൊണാൾഡോ പിന്നെ ഡിഫൻസ് അപ്പൊക്കെ കിട്ടുന്നത്, നല്ല ജമ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് അങ്ങനെയുള്ളവർക്കായിരിക്കും കിട്ടുന്നത്. പിന്നെ ടൈറ്റ് പൊസിഷൻ ഗെയിമിന് ഇതാണ്. പിന്നെ ഫോർവേഡ് പ്ലേയേഴ്സിനായിരിക്കും കൂടുതൽ ഇത് കിട്ടുന്നത്. 89 പൊസിഷൻ ഗെയിമിൽ. ഡബിൾ ബൂസ്റ്റർ ആയാലും 89 ഉണ്ട്, ഡബിൾ ബൂസ്റ്റർ ഉണ്ട്. അപ്പം നമുക്ക് തീർച്ചയായും പറയാം കുറച്ച് നല്ലോണം പ്ലേയേഴ്സിന്, ഫോർവേഡ് പ്ലേയേഴ്സിന് നല്ല ഇത് കിട്ടുമായിരിക്കും. ഈ മെസ്സിയെല്ലാം 102 പോകുന്ന എനിക്ക് സംശയമുള്ളൂ. ഞാൻ ഇതെടുക്കണം എന്നിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാം. പിന്നെ ഗൈസ് ഉള്ളത് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ആണ്. നോമിനേറ്റിംഗ് കോൺട്രാക്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ ഹക്കാനുണ്ട്. ഹക്കാനില്ലേ ഞാൻ ഉറപ്പ് ഇവൻ എടുക്കട്ടെ. ബിക്കോസ് ഇവനൊരു 99 ഇത് പോകുന്നത്. അതുപോലെ തന്നെ ഇവനൊക്കെ ഒരു ഹോൾ പ്ലെയർ ആണ്. ഹോൾ പ്ലെയർ എന്നല്ല, എല്ലായിടത്തും നമുക്ക് കളിക്കാം. പിന്നെ പൊസിഷൻ ഇതിട്ട എസ് കളിപ്പിക്കാം. കളിപ്പിക്കാം. പിന്നെ നോക്കുക, CMF, RMF, LMF, LWF, RMF, AMF, ഏതെല്ലാം ഇവൻ DMF, ഇതെല്ലാം ഇവന് ഇത് നല്ല ഇത് ഇടുന്നുണ്ട്. പിന്നെ നല്ല കറളുണ്ട് ഇവന്, നല്ല കേളുണ്ട് ഗൈസ്. അതുപോലെ തന്നെ കേളുണ്ട് അവന്, കേളുണ്ട്. കിക്കിംഗ് പയർ നല്ലോണം അത്യാവശ്യമുണ്ട്. പിന്നെ സ്റ്റാമിനയും ബാലൻസും ഉണ്ട്. അതുപോലെ തന്നെ അഗ്രഷൻ അത്യാവശ്യമുണ്ട്. ലോ പാസും ലോഫ്റ്റഡ് പാസും അത്യാവശ്യം നല്ല ഒരു ഇതിൽ പോകുന്നത്. അപ്പോൾ CMFൽ കിട്ടേണ്ട എല്ലാം ഇവന് നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഹക്കാനുണ്ട് എൻ്റെ. അതിൽ ഫ്രീ കിക്ക് റേറ്റിംഗ് ഓൻ്റെ കോർണർ കിക്ക് ഇതെല്ലാം 98 പോകുന്നുണ്ട്. ഞാൻ ഇതങ്ങനെ എടുക്കാൻ നോക്കുന്നില്ല. എൻ്റെ ഇത് പറയും. പിന്നെ ഗോളി എനിക്ക് ആവശ്യമില്ല. വിക്ടർ ബൈ ഉണ്ട്. പിന്നെ എടുക്കാൻ അത്യാവശ്യം നല്ല ഗോളിയാൽ എനിക്ക് ആവശ്യമില്ല. പിന്നെ വെറുതെ 5 സ്റ്റാർ ഇത് കളയാൻ വേണ്ടി. പിന്നെ ഹാരി കെയ്ൻ ഗൈസ്, ഇവർ ഡീപ്ലി ഫോർവേഡാണ്. അതാണ് പ്രശ്നം പറ്റിയത്. ഡീപ്ലി ഫോർവേഡ് നല്ല പ്രശ്നമില്ല. ഇതിന് ലോ പാസും ഫിനിഷിങ്ങും ഹെഡിങ്ങും കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും എനിക്കൊരു ഹെഡ് പ്ലേയേഴ്സ് CFൽ വേണം. അതുകൊണ്ട് ഞാൻ എന്തായാലും ഹെഡിങ് കൊടുക്കുന്നതുകൊണ്ട് ഇവനെ ഞാൻ മിക്കവാറും എന്തായാലും എടുക്കും. ഇവനായിരിക്കും ഞാൻ എടുക്കുന്നത്. പക്ഷേ ഇവന് 100 റേറ്റിംഗ് വരുന്ന ഹെഡിങ് വരുന്നത്. എനിക്കൊരു ഹെഡിങ് പ്ലെയറിന് വേണമായിരുന്നു.
പിന്നെ ഒരു റയർ കാർഡാണ് ഗ്രിമാൾഡോരെ ഈ ഫുൾ ബാക്ക് ഫിനിഷർ ആയിട്ടുള്ള ഈ കാർഡ്. നിങ്ങൾക്ക് RBനും RMFലും കളിക്കാം, വേണമെങ്കിൽ പൊസിഷൻ ബൂസ്റ്റർ കൊടുത്തിട്ട് നമുക്ക് വേറെ എവിടെയും കളിക്കാം. പിന്നെ ലോഫ്റ്റഡ് പാസും കേളും കൊടുക്കുന്നുണ്ട് ഇവനെ, പിന്നെ ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ട്, ബാലൻസും സ്റ്റാമിന ഇതാന്ന് നോക്കോ ഗൈസ്. സ്പീഡ് കൊടുക്കുന്നുണ്ട്, GK അവയർനെസ് അതുപോലെ അല്ലാതെ GK അവയർനെസ്, പിന്നെ ഹെഡിങ്, അറ്റാക്കിങ് അവയർനെസ്, പിന്നെ ജമ്പിങ്ങും ഫിസിക്കൽ കോണ്ടാക്ട്. ഇതല്ലാതെ ബാക്കി ഏകദേശം അവന് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ അത് RMFൽ കളിക്കുന്നതായിരിക്കും കൂടുതൽ. RBയിൽ കളിക്കുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് കുറച്ചധികമുള്ള പ്ലേയേഴ്സിന് കളിപ്പിക്കാൻ നോക്കാൻ നിന്നോ. ഇനി പോകുമ്പോൾ ഈ പ്ലേയേഴ്സ് എല്ലാം പിന്നെ ഇതാണ് വേണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഈ പ്ലെയേഴ്സിന് എടുക്കാം. ഈ പ്ലെയർ ജപ്പാൻ ആയതുകൊണ്ട് ചിലപ്പോൾ സ്ക്രിപ്റ്റിങ്ങിന് ഒഴിവാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് ജയിലിലുള്ള പ്ലേയേഴ്സ് ഒന്നെടുത്ത് വെക്കാം വെറുതെ. 4 സ്റ്റാർ അല്ലേ, 4 സ്റ്റാർ ആയതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് വെക്കും, ജസ്റ്റ് വേഗം പോകാൻ എടുത്ത് വെക്കാം. പിന്നെ എടുക്കാം ജെ-ലീഗ് പ്ലേയേഴ്സിനൊന്നും എടുത്ത് വെക്കാം, കാരണം 4 സ്റ്റാർ വലിയ ഉപയോഗമില്ല. എന്നാലും നിങ്ങളുടെ എൻ്റെ ടീമിനൊന്നും 4 സ്റ്റാർ വലിയ ഉപയോഗമില്ല. പിന്നെ ഇത് നിങ്ങൾ വെറുതെ ഇത് കൊടുത്ത് കളയണ്ട, കാരണം ഡിബ്രൂണയും റാഫലിയോനും കിട്ടിയ അലമ്പാവും ചിലപ്പോൾ. കാരണം നിങ്ങൾക്ക് ഈ ഒരാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റേറ്റിംഗ് കുറയും. അതുപോലെ തന്നെ വാൻഡീക്കിന് കിട്ടിയ റേറ്റിംഗ് കുറയില്ല, വാൻഡീക്കിനൊക്കെ വേണമെന്നുണ്ട്. പിന്നെ കാമവിംഗ, റാഫലിയോ, കെവിൻ ഡിബ്രൂണ ഇവരെ ഈ ആഴ്ച മാത്രമേ കളിപ്പിക്കാൻ കൊള്ളൂ. പിന്നത്തെ ആഴ്ച അവർ പ്ലെയർ ഓഫ് ദ വീക്കിൽ വന്നിട്ടെങ്കിൽ അവൻ്റെ ഫുള്ള് പോകും. ഇതുപോലെ ഇവൻ എന്ത് റേറ്റിംഗ് ക്രോസിങ്ങിൽ അബ്ബാരായിരുന്നു, പക്ഷെ ഇവന്റെ ബൂസ്റ്റർ കഴിഞ്ഞു. എന്നെ അവൻ പ്ലെയർ ഓഫ് ദ വീക്കിൽ വരണം. പിന്നെ പറയാനുള്ളത് എംബാപ്പെ ഈ പ്രകടനം ആയതുകൊണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ഒരു മാച്ചിൽ പച്ച പിടിച്ചില്ല. ആദ്യത്തെ കളി തോറ്റു, പിന്നത്തെ കളിയാണ് ജയിച്ചത്. പിന്നത്തെ എംബാപ്പേനെ ഇറക്കുമ്പോൾ 87 മിനിറ്റ് അത്ര എനിക്ക് മറന്നേ പോയി. അപ്പോൾ ഗൈസ് നിങ്ങൾ ഏതെല്ലാം പാക്കിന്ന് നിങ്ങൾ MSNൽ എത്ര ആൾക്കാർ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയണം ഗൈസ്. ബിഗ് ടൈം MSNൽ പിന്നെ സുവാരിസ് എടുത്തോ നിങ്ങൾ. അപ്പോൾ ഗൈസ് ബൈ ബൈ, ഐ ആം എൻഡിങ് ദ വീഡിയോ. ബൈ. Camavinga, Camaro, Vini Junior, Vini, Kylian Mbappé, Mbappé, Jude Bellingham,